തീർത്ഥങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പ്രയാഗ്രാജിന്റെ പുണ്യഭൂമിയിൽ അമരത്വം നേടുന്നതിനായി അമൃതം കടഞ്ഞെടുത്ത ത്രിവേണി സംഗമ ഭൂമിയിൽ നാഗസന്യാസിമാരും അവധൂതന്മാരും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ച് ആത്മജ്ഞാനം നേടിയ മഹാഋഷിവര്യന്മാരും ഒത്തുചേരുന്ന മഹാകുംഭമേളയുടെ നേർക്കാഴ്ചകളാണ് പ്രയാണം ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് രേഖപ്പെടുത്താനും മറക്കാതിരിക്കും. 44 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കുംഭമേളയിൽ മുഴുവൻ ദിവസവും ചെലവഴിച്ചാലും കുംഭമേളയിലെ കാഴ്ചകൾ പൂർണ്ണമായും കണ്ടു തീർക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. പ്രയാണം കുംഭമേളയിൽ ചെലവഴിച്ച ചുരുക്കം ദിവസങ്ങളിലെ കാഴ്ചകൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. തീർച്ചയായും എല്ലാവരും കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. കുംഭമേളയുടെ നഗരി ആത്മീയത കൊണ്ട് മാത്രമല്ല സമ്പന്നമായിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഭാരതീയ സംസ്കാരത്തെ ഇവിടെ ആഘോഷിക്കുന്നു. അതോടൊപ്പം പരമ്പരാഗതമായ സംഗീതം, നൃത്തം, രാമായണം, മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളുടെ ദൃശ്യാവിഷ്കാരം എന്നിവയെല്ലാം ഈ കുംഭമേളയുടെ മറ്റു ആകർഷണങ്ങൾ തന്നെയാണ്. കുംഭമേളയുടെ അത്ഭുതം എന്ന് പറയുന്നത് വനാന്തരങ്ങളും ഗുഹാന്തരങ്ങളും വിട്ട് ഈ സംഗമഭൂമിയിൽ എത്തിച്ചേരുന്ന നാഗസാധുക്കൾ തന്നെയാണ്. വേഷം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കുംഭമേളയിലെ വ്യത്യസ്തമായ ഒരു മുഖം തന്നെയാണ് നാഗസാധുക്കൾ. ത്രിവേണി സംഗമം തന്നെയാണ് ഈ കുംഭമേളയുടെ പ്രധാന ആകർഷണം. ഗംഗ, യമുന, ഗുപ്ത സരസ്വതി, അതായത് സാങ്കല്പികമായി ഭൂമിക്കടിയിലൂടെ സരസ്വതി നദി ഒഴുകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എന്നീ നദികളുടെ സംഗമ സ്ഥാനത്ത് മുങ്ങി നിവരുന്നത് ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ആശ്രമം കുംഭമേളയുടെ തന്നെ ഒരു പ്രധാന ആകർഷണമാണ്. ഒരു സന്യാസി ശേഷൻ ഈ ആശ്രമ കവാടത്തിൽ രുദ്രാക്ഷമാലകളും മറ്റും വിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിച്ചേരുന്നവർക്ക് ആശീർവാദം നൽകുന്ന മറ്റൊരു സന്യാസിയെയും ഇവിടെ കാണാം. രുദ്രാക്ഷമാലകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വിവിധ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ശിവലിംഗങ്ങളാണ് ഈ ആശ്രമത്തിന്റെ പ്രധാന ആകർഷണം. കുംഭനഗരിയിൽ
ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു കേന്ദ്രമാണ് പ്രാചീന നാഗവാസുകി ടെമ്പിൾ. പുരാണത്തിൽ അമർത്യത്തിനായി അമൃത് കടഞ്ഞത് നാഗങ്ങളുടെ രാജാവായ വാസുകിയെ ഉപയോഗിച്ചായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന പാലാഴി മഥനത്തിൽ വാസുകിയുടെ ദേഹമാശകലം മുറിപ്പാടുകളും പൊള്ളലും ഏൽക്കുകയും അവ സുഖപ്പെടുന്നതിനായി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രയാഗ്രാജിന്റെ ത്രിവേണി സംഗമഭൂമിയിൽ സ്നാനം ചെയ്ത് ഇപ്പോൾ നാഗവാസുകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദാരാഗഞ്ചിൽ വിശ്രമിക്കുവാനും ഭഗവാൻ നിർദ്ദേശിച്ചു. തൽഫലമായി അന്നു മുതൽ നാഗവാസുകി ഇവിടെ വസിക്കുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. കുംഭനഗരിയിൽ നമ്മൾ എത്തിച്ചേരുന്നത് വിവിധ സെക്ടറുകളിൽ ആണെങ്കിലും കുംഭനഗരിയിലെ മുഴുവൻ ജനങ്ങളും ഒരു നദി പോലെ ഒഴുകി നീങ്ങുന്ന ഒരു ഇടമാണ് സംഗം സ്ഥാൻ. അണമുറിയാതെ ഒഴുകിയെത്തി ഇണചേർന്ന് മാനവിക രാശിക്ക് പുണ്യം പ്രദാനം ചെയ്യുന്ന ത്രിവേണി സംഗമസ്ഥാനത്തേക്കുള്ള ഭക്തരുടെ ഒഴുക്കിനെ മഹാസമുദ്രം തേടിയുള്ള നദീപ്രവാഹമെന്നോണം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒഴുകി നീങ്ങുന്ന ജനപ്രവാഹത്തിനിടയിൽ ദേവീ ദേവന്മാരെല്ലാം രൂപം മാറി നമുക്കൊപ്പം ഈ അമൃതസ്നാനം ചെയ്യുമെന്നാണ് കേട്ടുകേൾവി. നൂറ്റി 144 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു എങ്കിൽ കേവലം ഒരു വലിയ പരിപാടിയിൽ പങ്കെടുത്തു എന്നതിലപ്പുറം അനന്തമായ മാനവികതയുടെ ഒത്തുചേരലിൽ കൂടി ഒഴുകിയെത്തുന്ന പരിവർത്തനത്തിന്റെ ഊർജത്തിൽ മുഴുകിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന മായാത്ത ഓർമ്മകൾ സമ്പാദിച്ചു വേണം അവിടെ നിന്നും മടങ്ങുവാൻ. അല്ലാത്ത പക്ഷം കേവലം ആൾക്കൂട്ടത്തിന്റെ ഗാംഭീര്യത്തിൽ കണ്ണു തള്ളിക്കൊണ്ട് നിത്യവും ലഭിക്കുന്ന സുഖശീതളമയിൽ സൗഖ്യം കൊള്ളുന്ന മനസ്സുമായി ആവശ്യക്കാരെ പ്രീതിപ്പെടുത്തുന്ന വാമൊഴിയിൽ വിധേയ വിനീതനായി നിങ്ങൾക്ക് വെറും കൈകളോടെ മടങ്ങി വരേണ്ടി വരും. പ്രയാണത്തിന്റെ മഹാകുംഭമേളയെക്കുറിച്ചുള്ള 3 വീഡിയോസും കണ്ടുകാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ചാനലിന്റെ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും കൊടുക്കുന്നുണ്ട്. കൂടാതെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താഗ്രഹിച്ചാണോ പ്രയാഗ്രാജിന്റെ പുണ്യഭൂമിയിൽ എത്തുന്നത് നിങ്ങൾക്ക് അത് നേടാനാവും എന്നതാണ് കുംഭമേളയുടെ പ്രത്യേകത എന്ന് UP മുഖ്യമന്ത്രിയും അതിലുപരി സന്യാസി ശ്രേഷ്ഠനുമായ യോഗി ആദിത്യനാഥിന്റെ വാക്കുകളാണ്. പ്രയാണത്തിന്റെ യാത്രയിൽ കുംഭമേളയിൽ നിന്നും നേടിയെടുത്ത ഊർജവും മനസ്സിന്റെ ആഴത്തിൽ പതിച്ച കാഴ്ചകളും നിങ്ങൾക്കായി പങ്കുവഹിച്ചുകൊണ്ട് ഈ യാത്രാ വിവരണം നിർത്തട്ടെ. I would like to thank all the viewers who watched the world famous Kumbh Mela through my channel.